നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പെരിയ നാലക്ര ചെങ്ങര കോളനിയിലാണ്. 2010 ഇവിടെ പുനരധിവസിക്കപ്പെട്ട നിരവധി കുടുംബങ്ങൾ ഇന്ന് കടുത്ത ദുരിതത്തിലാണ്. ഇവരുടെ പ്രശ്നങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മോടൊപ്പം കോളനി വാസികൾ തന്നെ ചേരുന്നു. അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പറയും. എന്താണ് നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ? ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 14 വർഷം കൊണ്ട് അവസ്ഥയേ ഉള്ളൂ. പക്ഷേ ഈ 14 വർഷം ഞങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നാൽ എങ്ങനെ ഈ കല്ലിൻ്റെ പുറത്ത് ഞങ്ങൾ കിടക്കുന്നൊന്നും സർക്കാരിന് ഒരു ബോധ്യമില്ല. കാര്യം ഞങ്ങളുടെ ആവശ്യം പറഞ്ഞു ഞങ്ങൾക്ക് നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഈ കഷ്ടതയിലാണ് അനുഭവിക്കാൻ വേണ്ടി കൊണ്ടിട്ടെന്നുള്ള ആ ഒരു തോന്നലാണ് ഇപ്പം ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഞങ്ങൾ സമരഭൂമിയിലായിരുന്നപ്പം അന്ന് വെടി മാത്രമേ ഞങ്ങൾ വെടിക്കും ഞങ്ങൾ നെഞ്ച് മാറി കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. എന്നാൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥയും ഉണ്ടാവാതെ ഈ സർക്കാർ 15 വർഷം ഞങ്ങളെ ഈ കഷ്ടതയിലിട്ട് അരിങ്കൊല ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയാണ് അവർ ഞങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചാനലുകാരും ഞങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ വന്നു ഇത് കാണിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കിട്ടും എന്നുള്ളത് ഞങ്ങൾക്കൊരു വിശ്വാസമുള്ളൂ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് ഞങ്ങൾ വേണ്ട പരാതികളും നിവേദനങ്ങളൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ 3 മാസത്തിനകം കളക്ടറടക്കം ഞങ്ങൾക്ക് 3 മാസത്തിനകം സ്ഥലം കണ്ടെത്തി കൃഷിയോഗ്യമായ സ്ഥലം കണ്ടെത്തി തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷനും കളക്ടറും ഇതേ അഭിപ്രായം പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ 3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പരിഗണന കാണുന്നില്ല. ഇപ്പോഴ് ഈ ഞങ്ങൾ സമരഭൂമിയിലായിരുന്നപ്പം എല്ലാം ഒരേപോലെ സഹോദരങ്ങളെ പോലെ ആയിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഒരു 50 പേര് വേർതിരിപ്പ് കാണിച്ചിട്ട് ഈ 35 പേർക്ക് ഇന്ന് വരെ ആയിട്ടും ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഈ വീട് ഈ തീപ്പെട്ടിക്കൂട് പോലെയുള്ള വീടല്ലാതെ വേറെ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ 35 പേർക്കും ആണ് ഞങ്ങൾ പരാതിപ്പെട്ടത് ഞങ്ങൾക്ക് കൃഷിയോഗ്യമായ ഭൂമി കണ്ടെത്തി തരണമെന്നും പറഞ്ഞു. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് അത് അനുവദിച്ചില്ല. ഇപ്പോഴും 14-15 വർഷം കൊണ്ട് ഈ അളവ് ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളക്കുന്ന എല്ലാം എത്രയോ പ്രാവശ്യങ്ങൾ അളന്ന് കൊടുത്തവർക്കാണ് ഇപ്പോഴും അളന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങളെ പരാതിക്കനുസരിച്ച് എന്തുകൊണ്ട് ഈ 35 പേരെ കാര്യം ഇവർ തീരുമാനിക്കുന്നില്ല എന്നുള്ള കുറേ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്കുള്ളത്. എത്ര കുടുംബങ്ങളാണ് ഇപ്പോൾ? ഞങ്ങൾ ആകെ 85 കുടുംബങ്ങൾ. ഈ 35 കുടുംബങ്ങൾക്ക് ഇതുവരെ ആയിട്ടും നിങ്ങൾക്ക് ഒരു പിടി മണ്ണ് തരാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ കാണിച്ചു തന്നത് ഈ പാറ മാത്രമേ ഉള്ളൂ. ആ പാറ ഞങ്ങൾക്ക് വേണ്ട എന്ന് അന്നും പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്. ഇനി തരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ആ പാറ വേണ്ട. പക്ഷേ കൃഷിയോഗ്യമായ സ്ഥലമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് ഞങ്ങൾക്ക് കിട്ടണം. അതിവിടെ താമസിക്കില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് കൃഷിയോഗ്യമായ സ്ഥലം കണ്ടെത്തി കിട്ടണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു ബോധ്യം കൂടെ ഞങ്ങൾക്കുണ്ട്. ഈ സമരത്തിന് ഒരു ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നിങ്ങൾക്ക് നൽകിയത് ഈ പുനരധിവാസം കൂടാതെ? പ്രഖ്യാപനം അന്ന് 18 ഉദ്യോഗസ്ഥന്മാർ കോൺഗ്രസ് കൂടിയപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരും പറഞ്ഞ കാര്യമാണ് പല വാഗ്ദാനങ്ങളും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ കുറേ അവർ ഇവിടെ വന്നപ്പോൾ കുറേ 5-6 ഒരു ആട്ടിൻ്റെ വില വരത്തൊക്കെ കുറേ പശുക്കളെ കൊടുത്തു. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു സഹായം ഇതുവരെ ഒരു സർക്കാരും ചെയ്തു തന്നിട്ടില്ല. എങ്ങനെയാണ് നിങ്ങളുടെ തൊഴിൽ കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് തൊഴിലെന്ന് പറഞ്ഞാൽ ഇവിടെ പട്ടിണിയാണെന്ന് വേണം പറയാൻ. ഇവിടെ അനേകം പേര് പട്ടിണിയാണെന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. നാട്ടിൽ പോയി കടം വാങ്ങിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് ഒരു 10 ദിവസം 15 ദിവസം കൂടെ കിടക്കും. അത് കഴിഞ്ഞ് വീണ്ടും അവർ നാട്ടിൽ പോകും. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ഇത്രേ ഉള്ളൂ. അല്ല വേറെ ഇവിടെ ഞങ്ങൾക്ക് മുതൽ മുടക്കൊന്നും മുടക്കി ജീവിക്കാനുള്ള സാമ്പത്തികമൊന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ സമരം നടത്തിയപ്പോഴേ ഞങ്ങൾ ഭൂമി ഇല്ലാത്തവരാണെന്നും അത് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുള്ള ആ ഒരു പേരിലാണ് ഞങ്ങൾ സമരം നടത്തിയത്. എന്നാൽ ഇന്ന് വരെ ആയിട്ടും ഞങ്ങൾക്ക് ഒരു പരിഹാരവും ഈ 15 വർഷം വരെ ആയിട്ടും കിട്ടിയിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇതിനെന്താണ് ഒരു നേട്ടം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇനി നിങ്ങളാണ് ചെയ്തു തരേണ്ടത്. എന്താണ് നിങ്ങൾ പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം, ഞങ്ങൾ ഇവിടെ വന്നിട്ട് 15 വർഷമായി. ഞങ്ങൾക്ക് രേഖയില്ലാത്ത ഈ പാറയുടെ പുറത്ത് ഈ വിഷമരുന്നടിച്ച് പാറയുടെ പുറത്ത് പ്ലാന്റേഷനകത്ത് ഞങ്ങൾക്ക് ഓരോ പട്ടിക്കൂട് പോലെ ഓരോ പെര കുഴിച്ച് തന്നിട്ടുണ്ട്. മഴ പെയ്താൽ അകത്ത് 2 ദിവസത്തോടെയും വെള്ളം പരക്കാത്ത, പിന്നെ അത് തിരിക്കുകയും വേണ്ട കിടക്കുകയും വേണ്ട, അങ്ങനെ ഒരു സ്ഥിതി. അതാണ് ഞങ്ങൾക്ക് കേരനാരായണൻ്റെ 166 ഏക്കർ ഭൂമി ഞങ്ങൾക്ക് 23 കോടി രൂപ കൊടുത്ത് ഞങ്ങൾക്ക് വാങ്ങിച്ച ഭൂമിയുണ്ട്. അത് നല്ല ഭൂമിയാണ്. അത് ഞങ്ങൾക്ക് തരാതെ, ഞങ്ങളെ അറിയാതെ, ഞങ്ങളെ കൊണ്ട് ഈ പ്ലാന്റേഷൻ്റെ ഒരു രേഖയില്ലാത്ത ഒരു ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റി ഞങ്ങൾക്ക് ഓരോ വീടും തന്നു. വീട് തന്നിട്ട് അതിനകത്ത് അവരിറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങിക്കോണം. വോട്ടിടാനും റേഷനും പിന്നെ വൈദ്യുതിക്കും 3 കാര്യത്തിനും ഉള്ളത്.
അവരിറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങിക്കണമെന്നാണ് ഞങ്ങളുടെ കള്ളപ്പട്ടയത്തിനകത്ത് തന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അനുവദിച്ച ഭൂമി ഞങ്ങൾക്കുണ്ട്. ആ ഭൂമി ഇവർക്ക് തന്നാൽ എന്താ കുഴപ്പം? വെറുതെ ഒരു നമ്പലപ്പെടണ്ടല്ലോ. ഞങ്ങൾ എന്തിനു ഈ 15 വർഷം ഇവിടെ കിടന്ന് ഈ വിഷം അടിച്ച മുതതിനകത്ത് വന്ന് കിടന്ന് തളർന്ന് നടക്കാനും വയ്യ. എത്ര എണ്ണം തളർന്ന് കിടക്കുന്നു, എത്ര എണ്ണം മരിച്ചു. ഇവിടെ അന്നേ ഒരു വിലയില്ല, പണിയില്ല. ഈ പാറയുടെ പുറത്ത് എങ്ങനെ ജീവിക്കും? അല്ലെ ഒരു പെൻഷൻ കിട്ടി 1600 രൂപ കിട്ടിയാൽ അതുകൊണ്ട് എന്ത് സാധിക്കാനുണ്ട്? അതിന് കറണ്ട് ബില്ല് വേണം, മറ്റേത് വേണം, മറിച്ചുണ്ട്. അതിനെന്തുണ്ട്? 4 ദിവസം കഞ്ഞി കുടിക്കാനില്ല. അരപ്പട്ടിൽ മുറിപ്പട്ടി തന്നെ. എനിക്ക് അതെ ഈ വയ്യാത്ത എനിക്ക് ആശുപത്രി പാമ്പില്ല, എൻ്റെ നിവൃത്തിയില്ല. എല്ലാവരും അവിടെ ചെല്ലും പറയും അവിടെ പോയി എക്സ്റേ എടുക്കും, മറ്റേ എടുക്കും. എന്തും കൊണ്ടാണ് പോകുന്നത്? വേലയുണ്ടോ, പണിയുണ്ടോ? ഞങ്ങൾ വന്നിട്ട് 14 വർഷമായി. ഞാൻ 2012 രൂപ പിന്നെ വില്ലേജിൽ അടച്ചിട്ടാണ് ആദ്യത്തെ പട്ടയം മേടിക്കുന്നത്. അതിൻ്റെയും പരിഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴും പട്ടയം ഞങ്ങൾക്ക് ഒറിജിനലല്ല കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഇതിൽ ഭേദം വെടിവെച്ച് കൊല്ലുകയോ അല്ലെ നിങ്ങൾ ഇവിടെ ഭൂമി തരാൻ പറ്റത്തില്ല, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയി ജീവിച്ചോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുക. ഞങ്ങൾ മരിച്ചും മരിക്കാതെയും ഇങ്ങനെ ജീവിക്കുമോ? ഇത് ഞാനാണെങ്കിൽ ഹോം നേഴ്സിൻ്റെ പണിക്ക് പോയിരുന്നു. ഇപ്പം എനിക്ക് പിന്നെ പരവനൊടുക്കം വൃദ്ധസദനത്തിലായിരുന്നു ജോലി. അത് അവരും ഇപ്പോൾ എന്നെ പരിഗണിക്കുന്നില്ല. എൻ്റെ പ്രായം കഴിഞ്ഞു പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 2-3 മാസം ഇപ്പോൾ ജോലിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനും പറ്റത്തില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞങ്ങൾ കരമടയ്ക്കുന്ന ഭൂമി എവിടാന്ന് വെച്ച് കണ്ടെത്തി ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ കരമടയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭൂമി എവിടെ? ഞങ്ങൾക്ക് ഈ 8 സെന്റ് ഈ വീട് കൊള്ളത്തേ ഇല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ മരുമക്കളൊക്കെ വന്നാലൊന്നും ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോരുത്തരൊക്കെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഭൂമി എവിടെ നിന്ന് കണ്ടെത്തി വാസയോഗ്യമായ ഭൂമി ഞങ്ങൾക്ക് ചെങ്ങറ പാക്കേജ് അനുസരിച്ച് ഞങ്ങൾക്ക് കണ്ടെത്തി തരിക. അല്ലെ ഞങ്ങൾ മരിക്കും. ആത്മഹത്യ ചെയ്യും. ഞങ്ങൾ എല്ലാവരും കൂടി. ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നൊക്കെ പറയുന്ന ചുമ്മാതാ. ഞങ്ങൾ എല്ലാവരും യോജിപ്പായിട്ട് തന്നെ ഇത് കഴിയുന്നത്. എവിടെ ഞങ്ങൾ കരമടയ്ക്കുന്ന പട്ടയത്തിലെ നമ്പർ അനുസരിച്ച് ഞങ്ങൾക്ക് ഭൂമി എവിടെ നിന്ന് കണ്ടെത്തി വാസയോഗ്യമായ ഭൂമി കണ്ടെത്തി തരിക. ചീമേനിയിലും ഒടുവള്ളിയിലും ഒക്കെ റബ്ബറും വെച്ച് ഞങ്ങളും റബ്ബർ വയ്ക്കാനും ഒന്നും മോശക്കാരൊന്നും അല്ല. ഞങ്ങൾ കൃഷി ചെയ്യാൻ നല്ലവർ തന്നെ. ഞങ്ങൾ ആരും മോശക്കാരല്ല. ഞങ്ങൾ കൃഷി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. അവർ റബ്ബർ വെട്ടി എടുക്കുന്നു ഒടുവള്ളിയിലും ചീമേനിയിലും ഒക്കെ. അവർക്ക് മണ്ണും കെട്ടി അവർ സ്വന്തമായിട്ട് നല്ല വീട് ടൈൽസൊക്കെ ഇട്ട വീട് അവർ സ്വന്തമായിട്ട് വെച്ചു. അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾക്ക് ഈ കാസർഗോഡ് ഈ പെരിയ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും കഷ്ടത. അതുകൊണ്ട് ഞങ്ങൾ കുറേ പേര് ക്യാൻസർ വന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ മാരക രോഗങ്ങൾ വന്നിരി മരിച്ചു. ഞങ്ങൾ ആരോടും ഒരു സഹായമോ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങൾ ഭൂമിദാനം ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി കണ്ടെത്തി തന്നേ പറ്റൂ. ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ. ഇവിടെ വന്നു കഴിഞ്ഞു ഓരോരുത്തർ രോഗികളായി. കുറേ പേര് മരിച്ചുപോയി. കുറേ പേര് ഇപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാൻ മലാതെ വീട്ടിൽ കൊണ്ട് കഴിയുക. വീട്ടിനകത്തിരുന്ന് എങ്ങനത്തെ വല്ലതും കഴിക്കാൻ പറ്റുമോ? ഒരു കാന്താരിയോ ഒരു കപ്പ ഇടണം. ഇതൊരു മണ്ണുണ്ടല്ലോ, സാറ് നോക്കാം ആ മണ്ണിന് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുട്ടികളെ പഠിപ്പിക്കുമോ? എന്തെങ്കിലും ഒരു വിശേഷ കാര്യം വന്നാൽ നിങ്ങൾക്കൊരു ലോൺ എടുക്കാമെന്ന് ഈ ഓഫീസർമാർ ഞങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു. സാറേ, ആ പട്ടയം കൊണ്ട് ഇവിടുത്തെ ഒരു അച്ചായൻ്റെ മകൻ ഇവിടെ വന്ന് പെട്ടെന്ന് മരിച്ച്. 2 കുഞ്ഞുങ്ങളും ഭാര്യയായിട്ട് വന്ന അവൻ പെട്ടെന്ന് മരിച്ച്. സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. ഈ പട്ടയം കൊണ്ട് എവിടെയെല്ലാം ബാങ്കിലോടാ, എവിടെയെല്ലാം ഓടാ. ഒരു 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് എങ്ങൊന്നും കിട്ടിയില്ല. ഈ ഞങ്ങളുടെ ഒരാവശ്യത്തിന് എങ്ങൊന്നും 10 പൈസ ഞങ്ങളുടെ ഈ പട്ടയം വെച്ച് കിട്ടത്തില്ല. ഇത് നിങ്ങൾക്ക് ഇത് വെച്ച് കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. ഓഫീസർമാർ പറയുന്നത് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കിട്ടുമെന്ന്. ഞങ്ങളിതും കൊണ്ട് ഇതുപോലെ മരണത്തിൻ്റെ വക്കിന് ആവശ്യത്തിന് ഇടുമ്പോൾ ഞങ്ങൾക്ക് 5 പൈസ പോലും കിട്ടത്തില്ല. പിന്നെ ആ മനുഷ്യൻ എങ്ങനെയൊക്കെ തെണ്ടി ആ കാര്യങ്ങൾ ചവടക്കും കാര്യം നടത്തിയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങൾക്ക് കൊടുക്കാനുണ്ടോ? നമുക്കുമില്ല. അങ്ങനെ ഈ 8 സെൻറ്റിൻ്റെ പട്ടയവും ഈ 42 സെൻറ്റിൻ്റെ പട്ടയവും യാതൊരു കാശിനും കൊള്ളുന്നതല്ല. ഈയിടെ കളക്ടർ സാർ വന്നപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഈ പരാതി. അപ്പോൾ പറഞ്ഞ് ഓഫീസർമാർ പറഞ്ഞ് നിങ്ങൾ ഇവരുടെ പട്ടയം നന്നാക്കി കൊടുക്കും. ആ പട്ടയം നന്നാക്കി കൊടുത്തിട്ട് അത് നിങ്ങൾ വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ പാവപ്പെട്ടവർ ജീവിക്കട്ടെ. നിങ്ങളുടെ പട്ടയം ആദ്യം ശരിയാക്കി കൊടുക്കും. പിന്നെ ഇവർക്ക് മണ്ണുള്ള ഭൂമി കൊടുക്കും. ഇതൊക്കെ പറയാൻ ആരോട്? ഞങ്ങളോട് പറഞ്ഞ് കേൾപ്പിച്ചു പോയി. ഞങ്ങൾക്ക് എന്നാ കൊണ്ട് പോകണം? ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? ഇവർ തരണ്ടേ? ഡിസംബർ 30 ഞങ്ങൾക്ക് നല്ല മണ്ണുള്ള ഭൂമി തരാമെന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ പോയില്ലേ, ജനുവരി 30 ആകാറായില്ലേ, ഇന്ന് വരെ അതിനൊരു മാറ്റമില്ല. ഈ കല്ല് തന്നെ ദിവസം അളവുകാർ ഇവിടെ വരും. ആ കല്ല് തന്നെ അളക്കുക, അളന്നതിൻ്റെ പുറത്ത് അളക്കുക, എന്നിട്ട് അവരങ്ങ് പോവുക. ഒരു സമയം ആകുമ്പോൾ പോവുക. ഈ 35 പേർക്കൂടെ സ്ഥലം എങ്ങും അളന്നിട്ടില്ല. അവർക്കില്ല. ഈ പട്ടയം കൈവച്ചിട്ട് ആരുടെ സ്ഥലത്തിനാണ് കരമടയ്ക്കുന്ന അറിയത്തില്ല. കരമടയ്ക്കുക ഞങ്ങൾ. ഈ 25 സെൻറ്റുകാരും കരമടയ്ക്കുന്നത്, 42 സെൻറ്റുകാരും കരമടയ്ക്കുന്നത്. ഈ കരമടയ്ക്കുന്ന ഇതും കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് യാതൊരു ഒന്നും കിട്ടത്തില്ല. ലോണാട്ടെ വായ്പയാട്ടെ ഒന്നും കിട്ടത്തില്ല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇതിൽ കൂടുതൽ പറയാനുള്ളത് മറ്റുള്ളവർ പറയട്ടെ. ഇതുപോലെ സങ്കടത്തിനകത്ത് ഞങ്ങൾ ജീവിക്കുന്നത്.
ഞങ്ങളുടെ പിള്ളേരെ പഠിച്ച് ഒന്ന് തോറ്റ് അല്ലെങ്കിൽ ജയിച്ച് ഒരു BSc അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേഴ്സിങ്ങിന് വിടണം. സാറുമാർക്കറിയാമല്ലോ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ലോൺ കിട്ടിയാൽ ഈ പാവപ്പെട്ടവൻ ജീവിക്കത്തില്ലേ? അല്ലെ അവരെ ചെറുക്കനെ തോറ്റ് പഠിക്കാൻ വേണ്ടല്ല അവരെ ഒന്ന് കെട്ടിച്ച് വിടണേ ഒരു ലോൺ എടുക്കത്തില്ലേ സാറേ? വാഗ്ദാനങ്ങൾ മാത്രം നൽകി വഞ്ചിക്കപ്പെട്ടവരാണ് ഇവിടുത്തെ താമസക്കാർ. ഇവരുടെ പ്രശ്നങ്ങൾ ഇനിയുമുണ്ട്. അത് നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം കേൾക്കാം. ഇപ്പോൾ ബോബി വാസയോഗ്യമല്ലാത്ത വീടുകൾ നൽകി വലിയ തോതിൽ കബളിക്കപ്പെട്ടവരാണ് ഇവിടുത്തെ ആളുകൾ. അതുമാത്രമല്ല കൃത്യമായ തൊഴിൽ പോലും ഇല്ലാത്തൊരു സാഹചര്യം. ഏതായാലും കൂടുതൽ പേർ നമ്മോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ. എൻ്റെ പേര് മണിയൻ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കിഴക്കേറ്റത്ത് ഉള്ള ആളാണ്. ഇവിടെ വന്നിട്ട് 14 വർഷം പൂർത്തീകരിച്ച് 15ാമത്തെ വർഷമാണിത്. ഈ 15 വർഷം കൊണ്ട് ഞങ്ങൾ കളക്ടറേറ്റും താലൂക്ക് ഓഫീസും വില്ലേജ് ഓഫീസുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുക. ഈ നിമിഷം വരെയും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് ഞങ്ങൾക്ക് നാളെ വരെ മനസ്സിലായിട്ടില്ല. ഈ ഭൂമി പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കൈവശം വരുന്ന ഭൂമിയാണ്. ഈ ഭൂമി എൻഡോസൾഫാൻ തളിച്ചതാണ്. എല്ലാവർക്കും, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതിൽ കൊണ്ടാണ് ഞങ്ങളെ 8 സെൻറ്റ് വീതം തന്ന് പാർപ്പിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കൈവശ രേഖ എന്നിട്ട് പറഞ്ഞു, എപ്പോൾ സർക്കാർ ഗവൺമെൻറ് ഇത് ആവശ്യപ്പെടുന്നു അപ്പോൾ നിങ്ങളിത് തിരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 8 സെൻറ്റിൻ്റെ അത് കാലങ്ങൾ കുറേ പോയി കഴിഞ്ഞ് 8 സെൻറ്റിൻ്റെ പട്ടയം കൊടുത്തു. 8 സെൻറ്റിൻ്റെ പട്ടയം കൊടുത്തപ്പോൾ ഞങ്ങൾ കുറേ പേര് വാങ്ങിച്ചില്ല. ഞങ്ങൾ 8 സെൻറ്റിനല്ല ഇവിടെ വന്നത്. ജനവിഭാഗത്തിൽപ്പെട്ടവർക്ക് 25 സെൻറ്റും പട്ടികവർഗക്കാർക്ക് 50 സെൻറ്റും ഭൂമി അനുവദിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ 4.5 വർഷത്തെ സമരത്തിന് ശേഷമാണ് 18 ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട അധികാരികളും മന്ത്രിമാരും കൂടിയിരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി തീരുമാനിച്ച് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഭൂമി അനുവദിക്കും. അല്ല വെറുതെ ഞങ്ങളെ വിളിച്ച് ഇങ്ങോട്ട് തന്നതൊന്നുമല്ല. അധ്വാനം എന്ന് പറയാൻ ശരിക്കും അധ്വാനിച്ച ഉള്ള ഒരു സമരമായിരുന്നു ആ സമരം, ചെങ്ങറപ്പൂ സമരം എന്ന് പറയുന്നത്. അങ്ങനെ വന്ന ഞങ്ങളെ വിളിട്ട് ഇപ്പം എനിക്കതിൽ നിന്ന് തോന്നുന്നത് ഈ സമരത്തിൽ പങ്കെടുത്തവരെ വെള്ളം കുടിപ്പിക്കുവാണോ പെടാപ്പാട് പെടുത്തുവാനോ എന്തുവാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഉമ്മൻചാണ്ടി ഈ വാസയോഗ്യമല്ലാത്ത വീടിൻ്റെ താക്കോൽ സ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി വന്നപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഇവർക്ക് ഞാൻ 50,000 രൂപ വെച്ച് കൊടുത്തിരിക്കുന്നു. അവരെന്തെങ്കിലും ചെയ്യട്ടെ ആ വീടിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പാത്രം വാങ്ങിക്കോ മറ്റെന്തെങ്കിലും ഒരു കസാല വാങ്ങിച്ചിടുവോ എന്തെങ്കിലും ചെയ്യട്ടെന്ന് പറയും. നാളെ വരെ ഞങ്ങൾക്ക് ആ പൈസ തന്നിട്ടില്ല. എന്നിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് അടുക്കള പണി തരാമെന്ന് പറഞ്ഞ് ചെയ്തതാണ് ഈ കാണുന്ന ആ ചെരുപ്പ്. 50,000 രൂപ ബഡ്ജറ്റാണ്. ഈ രീതിയിൽ ഞങ്ങളിവിടെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, ചതിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് പോകാൻ എങ്ങോട്ടുമില്ല. ഇനി ഭൂമിയിലോട്ട് താഴ്വില്ലാണ്ട് വേറെ എങ്ങോട്ടും പോകാൻ അല്ല. ഞാൻ ഹാർട്ട് രോഗിയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നേ ഉള്ളൂ. ഇനി കോട്ടയത്ത് പോകണം എൻ്റെ ഓപ്പറേഷത്തിന് വേണ്ടി. ആ രീതിയിൽ ഞങ്ങളിവിടെ ഓരോരുത്തരും ജീവിക്കാം. 2, 3, 4 പേർക്കേ ഉള്ളൂ ടാപ്പിംഗ് അറിയാവുന്നവർ. അവർ പോയി അവരുടെ ജീവിതം. ബാക്കി മൊത്തം ആളുകൾ ഇതിനകത്ത്. ഇവിടെ ആളുകൾ കൂടുതലും താമസിക്കാത്തതിൻ്റെ കാരണം തന്നെ ഇവിടെ ആഹാരത്തിന് നിവൃത്തിയില്ല. നാട്ടിൽ പോയി ജോലി ചെയ്യുക, ഒരു മാസത്തിന് കഴിയുമ്പോൾ, ഒരു 15 ദിവസം കഴിയുമ്പോഴോ, ഒരാഴ്ച കഴിയുമ്പോൾ അവർ വീണ്ടും കയറി വരിക, വന്ന് 4 ദിവസത്തേക്കും കാടും കുറ്റവും എല്ലാം പറിച്ചിട്ട് അവർ ഇവിടെ ജീവിക്കുക. ഈ രീതിയിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതായതുകൊണ്ട് ഇത് കളഞ്ഞേച്ച് പോകാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ ആണ്ട് കെട്ടി കിടക്കുന്നത്. 10-12 പേര് ഇതിനകത്ത് മരിച്ചു. ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ ചെങ്ങറകാർക്ക് എന്ത് സംഭവിച്ചിട്ടാണ് ഇവർ മരിച്ചത്? രോഗമാണോ അതോ പ്രായാധിക്യം ചെന്ന് മരിച്ചതാണോ? ഇവ കാര്യങ്ങളൊന്നും തന്നെ അവർ നാളെ വരെ അന്വേഷിച്ചിട്ടില്ല. ഞങ്ങൾ പരാതി കൊടുക്കാൻ ഇനിയും എങ്ങും സ്ഥലമില്ല. കാസർഗോഡ് ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലും, അതായത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനും ഞങ്ങൾ പരാതിയും കാര്യങ്ങളും കൊടുത്തിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 3 മാസത്തിനകം, ഈ കഴിഞ്ഞ ഡിസംബറിന് മുമ്പ് 3 മാസത്തിനകം ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് അദ്ദേഹത്തെ റിപ്പോർട്ട് കൊടുക്കണമെന്ന്. പട്ടികവർഗ ഗോത്ര സഭയുടെ കമ്മീഷൻ അവരും വന്ന് എല്ലാ കാര്യങ്ങളും തീർച്ചപ്പെടുത്തി അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരും പോയി അവർക്കും റിപ്പോർട്ട് കൊടുക്കണം. ഇതുവരെ നാളെ വരെ ഒന്നും നടന്നിട്ടില്ല. 2-3 പ്രാവശ്യം ഇവിടെ ഒരു പ്രാവശ്യം സബ് കളക്ടറും കുറേ ഉദ്യോഗസ്ഥന്മാരും കൂടെ പറഞ്ഞു നിങ്ങൾ ഉടൻ തന്നെ ഈ 1 മാസത്തിനാകുമെന്ന് പറഞ്ഞു. പോയിട്ട് ഇപ്പോൾ 1.5 മാസമാകാൻ പോകുന്നു. യാതൊരു കാര്യങ്ങളും നാളെ വരെ നടന്നിട്ടില്ല. എന്തിനു വേണ്ടി ഞങ്ങളെ ഇവിടെ താമസിപ്പിക്കുന്നു? ഈ ഞങ്ങളുടെ വീടിന് ഒറ്റ വീടിനും പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് നമ്പർ കിട്ടിയിട്ടില്ല. എന്താണ് അതിൻ്റെ കാര്യം? അപ്പോൾ ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കൈവശം വരുന്ന ഭൂമി ഇവരെന്തോ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ആളുകളുമായിട്ട് തിരിമറി നടത്തിയിട്ട് ഞങ്ങൾക്ക് വില കൊടുത്ത് മേടിച്ചെന്ന് പറയുന്ന ഭൂമി ഞങ്ങൾക്ക് തരാതെ കൊണ്ട് ഈ ഭൂമിക്കകത്ത് ഞങ്ങളെ കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങളെ ഇവിടെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. ഏത് തരത്തിലും ഞങ്ങൾ
ഇനി എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത രീതിയിൽ ഞങ്ങൾ അത്രമാത്രം മനോവേദന, അറുത്ത പട്ടിണി എന്ന് വേണം പറയാൻ. അറിയോ, ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ പോകാത്ത തരത്തിലായിരിക്കും ഞങ്ങൾ ഓരോരുത്തരും. പിന്നെ കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ഈ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ സമരം അതേ പറയാൻ പറ്റും. ഈ സമരം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഈ 9 ജില്ലയിലെ ആളുകളെ വിട്ട് ഞങ്ങളെ വഞ്ചിക്കപ്പെട്ടു. അത് ഏറ്റവും ദുരിതവും കഷ്ടത അനുഭവിക്കുന്ന ഈ കാസർഗോഡ് ജില്ലയിൽ പോയി ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും സാർമാരെ? നിങ്ങളൊന്ന് പറ. ഈ പാറയ്ക്കകത്ത് ഒരു ചീരയരി ഇട്ട് തിന്നാൻ പറ്റുമോ? ഈ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോ റവന്യൂ മന്ത്രിക്കോ അറിയത്തില്ലയോ? ഇവർ മനുഷ്യരാണ്, മൃഗങ്ങളല്ല. ഇവർ കൈകൊണ്ട് അധ്വാനിച്ച് വേല ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഈ പാറ കൊടുത്താൽ ഒക്കത്തിൽ നിന്ന് അവർക്ക് അറിയാൻ വയ്യ. അപ്പോൾ ഇവിടുത്തെ എല്ലാ ആളുകളും, ഇവിടുത്തെ ഏത് ആളുകൾ ഭരണത്തിൽ വന്നാലും അവരെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പ്രവണതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ഒന്നാമതൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എൻ്റെ നാട്ടിൽ. അതുകൊണ്ട് എനിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ അറിയാം. ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഏറെക്കുറെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങളെ വിളിച്ച് കൊല്ലാതെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഭൂമിയില്ല, നിങ്ങൾ മടക്കി കെട്ടി പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. പക്ഷേ പോകണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങി വന്ന സമരഭൂമിയിലേക്ക് എവരും ഞങ്ങളെ കൊണ്ടുവിടണം, അല്ലാണ്ട് ഞങ്ങൾ പോകത്തില്ല. ഇവിടെ കിടന്ന് മരിച്ചാൽ ആ മരണത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് മിക്കവാറും നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഇത് കേരള ഗവൺമെൻറ്, കേരള ഹൈക്കോടതി ഉത്തരവിൽ ഈ ഭൂമി 5/2029 ഹൈക്കോടതി ഉത്തരവിൽ ഈ ഭൂമി 23 കോടി രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേരള പെരിയ വില്ലേജ് സർവേ നമ്പർ 341 മണ്ണിൽപ്പെട്ട പട്ടികജാതി വകുപ്പിൻ്റെ ഉടമസ്ഥയിൽ 166 ഏക്കർ ഭൂമി 93 കോടി രൂപയ്ക്ക് വാങ്ങിച്ച 23 കോടി രൂപയ്ക്ക് വാങ്ങിച്ച ഭൂമി ഇന്ന് വരെ ഞങ്ങൾക്ക് എന്തെങ്കിലും കണ്ടില്ല. മറിച്ച് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഉത്തരവ്, ഈ ചീഫ് സെക്രട്ടറി ഉത്തരവിൽ പറയുന്നു, ഈ ചീഫ് സെക്രട്ടറി ഉത്തരവിൽ ചീഫ് സെക്രട്ടറി ഉത്തരവാണ് 19/9/2022 പറഞ്ഞിരിക്കുന്നു. പെരിയ വില്ലേജ് സർവേ നമ്പർ 341 മണ്ണിൽപ്പെട്ട 166 ഏക്കർ ഭൂമിയിൽ അർഹതയുള്ളവർക്ക് 50 സെൻറ്റ് ഭൂമി പതിച്ചു കൊടുക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവ് പോലും കാസർഗോഡ് അല്ലെങ്കിൽ റവന്യൂ അധികാരികളെന്ന് പറയുമ്പോൾ നമ്മുടെ താലൂക്ക് ഭരണകൂടം ഇതുവരെ ഈ കാര്യം വേണ്ട ശ്രദ്ധ കാണിച്ചിട്ടില്ല. ഞങ്ങളോട് അവഗണനയാണ്. മണിയൻ പറഞ്ഞ പോലെ ഞങ്ങളോട് അവഗണനയാണ്. ഞങ്ങളുടെ ഭൂമി വിലയ്ക്ക് വാങ്ങിച്ച ഭൂമി പോലും ഞങ്ങൾക്ക് തരാതെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അവർ കൈവശം വെച്ച കാര്യടക്കത്ത് ഞങ്ങളെ കൊണ്ട് കുടിയിരുത്തിയിട്ട് ഈ 166 ഏക്കർ ഭൂമി അന്നിരുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ജനറൽ മാനേജർ കരുണാരാജനും അന്നിരുന്ന ബാലകൃഷ്ണൻ IAS കൂടി ഈ ഭൂമി 3.5 കോടി രൂപയ്ക്ക് വിൽക്കുകയും ബാക്കി അവർ ഭൂമി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഭൂമി തിരിച്ചു തരുന്നതിന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികജാതി ഗോത്ര കമ്മീഷൻ, ഇങ്ങനെ നിരവധി ആളുകൾക്കൊക്കെയും ഞങ്ങൾ പരാതി കൊടുത്തിട്ടും അവരൊക്കെയും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഭൂമി ഞങ്ങൾ അളന്നു തരേണ്ടത് താലൂക്ക് റവന്യൂ അധികാരികൾ ഭൂമാഫികളുടെ പണം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളെ ഇന്ന് വഴിയാധാരമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് ഇനി ഈ 14 വർഷക്കാലം ഈ പാറയിൽ കിടന്ന് യാതന അനുഭവിച്ച് ഞങ്ങൾ പലരും മരിക്കപ്പെട്ടുപോയിട്ട് ഞങ്ങൾ എല്ലാവരും എൻഡോസൾഫാൻ്റെ രോഗികളാണ്. 14 വർഷക്കാലമായി ഈ ഭൂമി ഇനിയും തരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് പ്രത്യാശയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്ന് ഞങ്ങളെ ഇവിടുന്ന് മാറ്റുക, ഞങ്ങളുടെ വഴിക്ക് പോകാം. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു സമരഭൂമിക്കകത്ത് നിന്ന് എല്ലാം ഉപേക്ഷിച്ച്, കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവരാണ്. അന്ന് ഈ ഭൂമി നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെതാണ്. എനിക്കൊക്കെ അറിയാവുന്ന നമ്മുടെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിന് തൊട്ട് അപ്പുറത്താണ്. കുട്ടിക്കാലത്ത് ഹെലികോപ്റ്റർ വന്ന് മരുന്നടിച്ച് അല്ലെങ്കിൽ എൻഡോസൾഫാൻ തെളിച്ച ഒരു ഭൂമിയാണിത്. ഈ ഭൂമിയാണ് അവർക്കന്ന് ആരും അറിയാതെ ഇവർക്ക് കൊടുത്തു തന്നത് ഗവൺമെൻറ്. അന്നത്തെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അത് VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റാണ്, കുറ്റം പറയുകയല്ല. VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റാണ് അന്ന് ഇവരെ ഈ ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് അനുവദിച്ചിട്ടുള്ള SC വിഭാഗത്തിന് 50 സെൻറ്റ് ഭൂമി, അതിൽ 8 സെൻറ്റ് ഭൂമിയിൽ പുരയിടം, 42 സെൻറ്റിൽ കൃഷിഭൂമി, നല്ല കൃഷിയോഗ്യമായിട്ടുള്ള മണ്ണുള്ള ഭൂമി കൊടുക്കാമെന്നുള്ളതും, അതുപോലെ തന്നെ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും, അതുപോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലുകൾ കണ്ടെത്താനുമുള്ള സംരംഭങ്ങളൊക്കെ ആരംഭിക്കാമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ സമരഭൂമി വിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ പെരിയയിലെ ഈ ചെങ്ങറ കാലിയെടുക്കുക. ഇവർ ചെങ്ങറ എന്ന് പറയാൻ ഇപ്പോഴും ഇവർ സമ്മതിക്കുന്നില്ല. കാരണം അവർക്ക് ചെങ്ങറയ്ക്കൊരു സമരഭീര്യമുണ്ട്. ആ സമരഭീര്യം ഇവിടെ ഇല്ല. ഇന്നും അവർ പറയുന്നത് കാലിയെടുക്കും, നാലക്കര അങ്ങനെ ഒരു ഉപയോഗിക്കും. പക്ഷേ ഞങ്ങളൊക്കെ പറയുന്നത് ചെങ്ങറ സമരഭൂമി എന്നാണ് ഞങ്ങളൊക്കെ, അല്ലെങ്കിൽ ചെങ്ങറ ഭൂമി എന്നാണ് ഞങ്ങൾ പറയുക.
പക്ഷേ അങ്ങനെ ഇവർ ഇവിടെ എത്തുകയും ഒരുപാട് അതിന് ശേഷം ആദ്യം ഇതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയ കുടിലുകൾ വെച്ചിട്ടാണ് ഇവർ അവിടെ താമസം വന്നത്. പിന്നീടാണ് അവർ ഇങ്ങോട്ടേക്ക് സർക്കാർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 85ഓളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയും അതിൽ അത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു 10-35ഓളം ആളുകൾ മാത്രമേ ഇവിടെ സ്ഥിരമായി ഉള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം മറ്റുള്ളവർ പത്തനംതിട്ട, അതുപോലെ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ഒക്കെ ജില്ലകളിൽ പെടുന്ന, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലകളിലൊക്കെ പെടുന്ന ആളുകളാണ്. പിന്നെ അവരൊന്നും കുറേ ആളുകളൊന്നും ഇവിടെ കാണാനില്ല. ഈ കുറേ പേര് ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. കാരണം പല ആളുകളും എത്രയോ ദൂരം താണ്ടി നടന്ന് റബ്ബർ ടാപ്പിങ്ങും അതുപോലെ തന്നെ കൂലിവേലകളൊക്കെ ചെയ്ത് ജീവിക്കുന്നതാണ്. പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ അവർ അസുഖം പിടിച്ച് തളർന്നു കിടക്കുകയാണ്. നിങ്ങൾ കണ്ടതല്ലേ, ഇവരൊക്കെ ഏറെ ആളുകളും തളർന്നു കിടക്കുകയാണ്. ഇന്ന് പറയാം, ഞാനിത് ഈ വീട്, നമ്മുടെ തൊട്ട് മുമ്പിലുള്ള വീട്, ഇവിടെ ആദ്യം വന്നതിൽ നമ്മൾ ഇതിൻ്റെ കമ്മിറ്റിയിലൊക്കെ കൂടുതൽ ശക്തമായിട്ടുണ്ടായിരുന്ന ബാബുവേട്ടൻ്റെ വീടാണ്. അദ്ദേഹം ഇതേപോലെ പെട്ടെന്നൊരു അസുഖം ബാധിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു 10-12, നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-12 പേര് മരണത്തിന് കീഴടങ്ങി. അതും വ്യത്യസ്തമായ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ. അത് നമ്മുടെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ശിശുപാലൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്ന് ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ഭൂമി ഒരു എൻഡോസൾഫാൻ തെളിച്ച ഭൂമിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഒരു ക്യാമ്പ് നടക്കേണ്ടായി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കേണ്ടായി എൻഡോസൾഫാനിലെ പുതിയ ആളുകളെ ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അതിൽ പല ആളുകളും കൊടുത്തിട്ടുണ്ടെങ്കിലും പല ആളുകളെയും അതിലേക്ക് ഉൾപ്പെടുത്താതെ ഇപ്പോഴും മാറ്റി നിർത്തുകയാണ്. അപ്പം അങ്ങനെ പല വിധത്തിലും ഇവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ ഇപ്പം പല ആളുകൾക്കും ഈ പറയുന്ന 42 സെൻറ്റ് ഭൂമി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് പേർക്കല്ലേ, പല ആളുകളും സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം ഇത് ഈ നേരത്തെ ഇവർ പറഞ്ഞ പോലെ ഒരു ചീര പോലും വാളിയാൽ അല്ലെങ്കിൽ നട്ട് കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ അതാവാത്ത ഒരു കൊട്ടപ്പാറയിൽ നിന്നുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് എന്നുള്ള ഒരു വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അവർ സ്വീകരിക്കാതെ നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിനൊക്കെ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തൊഴിൽശാല തുടങ്ങാൻ വേണ്ടി ഒരു മരം ഇത് ചെയ്യുന്ന ഫർണിച്ചറുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തു. അതിൽ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പേപ്പർ ഗ്ലാസ്, അതുപോലുള്ള ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു സംരംഭത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു സ്ഥാപനം അവിടെ അനാഥമായി കിടക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഇവിടെ ഒരു KR നാരായണൻ സൊസൈറ്റി എന്ന പേരിൽ ഇവർക്കൊരു സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായിട്ടാണ് എല്ലാം സൊസൈറ്റിയുടെ കുടക്കീഴിൽ കൊണ്ടുവന്ന് അതിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഇവിടുത്തെ പല പ്രവർത്തനങ്ങൾ നടന്നു വന്നത്. ഇന്നിപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇവിടെ കാണാനില്ല. ഗവൺമെൻറ് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ പല ആനുകൂല്യങ്ങളും അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഒന്ന്, ഞാൻ കഴിഞ്ഞ ഒരു ടേമിൽ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു ആളാണ്. അപ്പോൾ ഇവിടെ ഈ വീടുകളെല്ലാം ഇപ്പം നമ്പർ ഇല്ലാതെ കിടക്കും. 1-2 എനിക്ക് തോന്നുന്നു ഒരു 4-5 ഈ 80 വീടുകളിൽ ഒരു 4-5 വീടിന് മാത്രമേ ഇപ്പം നമ്പറായിട്ടുള്ളൂ. അതിന് പ്രധാനമായ കാരണം ഇവർക്ക് ഈ പട്ടയം കൊടുത്തപ്പോൾ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ഇവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ നമ്പറിങ് കാര്യങ്ങളൊക്കെ. അതൊന്നും ഇല്ലാതെ അവർക്ക് വെറുതെ ഇങ്ങനെ വീട് കെട്ടിക്കൊടുത്തു. അതിന് ശേഷം ഇവർക്ക് ഈ 8 സെൻറ്റ് ഭൂമി കൊടുത്തതിന് ശേഷം ചില ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് 4-5 രൂപ മുടക്കി അവർ നമ്പറിന് പെർമിറ്റിന് അപേക്ഷിക്കും, കംപ്ലീഷന് അപേക്ഷിച്ചു. അങ്ങനെ നമ്പർ വാങ്ങിച്ചവരാണ് കുറച്ച് പേരുള്ളത്. ബാക്കിയുള്ളവർക്ക് ഇന്നും നമ്പർ ആവാതെ കിടക്കുകയാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് അതിനൊരു സാങ്കേതിക തടസ്സം ഈ നമ്പർ കിട്ടാത്തതുകൊണ്ടാണ്. അല്ല, നമ്പർ കിട്ടാത്തത് ഇവരതിന് മെനക്കെടാൻ തയ്യാറാണ്. കാരണം നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ചേച്ചി പറഞ്ഞല്ലോ, ഇവിടുന്ന് അവർക്ക് കിട്ടുന്ന 1600 രൂപ എന്ന് പറയുന്ന ഒരു മാസം എല്ലാ മാസം കൃത്യമായി കിട്ടുന്നുമില്ല. കിട്ടുന്ന മാസങ്ങളിൽ ഈ പറയുന്ന വൈദ്യുതിക്കും വെള്ളത്തിനും അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അത്യാവശ്യം വീട്ടിലുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള പണം എന്നതിന് ഉപരി മറ്റൊരു ആവശ്യത്തിന് ആ പണം ഉപയോഗിക്കാൻ അവർക്ക് മാർഗ്ഗമില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു നമ്പറിന് വേണ്ടി ഒരു 4000 രൂപയോ അല്ലെങ്കിൽ 5000 രൂപയോ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും? മറ്റുള്ളവരുടെ അടുത്ത് കൈ നീട്ടേണ്ടി വരും. ആ ഒരു സാഹചര്യം അതിൻ്റെ മുമ്പിലുണ്ട്. അതൊക്കെയാണ് ഇവരുടെ. പിന്നെ എന്തെങ്കിലും അഡീഷണലായി ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ പെരിയയിൽ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെ കയ്യിൽ കാശുണ്ടോ? ഇവരുടെ കയ്യിൽ കാശുണ്ടോ? ഇവരുടെ കയ്യിൽ ഒരു 10 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമ്പാദ്യം ഇതിൽ ആരെ കയ്യിലെങ്കിലും ഒന്ന് നാളെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? അവർക്ക് എങ്ങനെയാണ് അവർ തൊഴിൽ നേടുക? അവർക്ക് കഴിയുന്ന അവരുടെ ആരോഗ്യമുള്ളത്ര കാലം അവർക്ക് പണിയെടുത്ത് ജീവിക്കാമെന്നല്ലാതെ അതിനപ്പുറം എന്താ അവർക്ക് ചെയ്യാൻ പറ്റുന്നു? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അപ്പം അതിനൊക്കെ പിന്നെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അത് ഗവൺമെൻറ് അതിന് പ്രത്യേക താല്പര്യം എടുക്കാൻ. കാരണം എല്ലാ വാഗ്ദാനങ്ങളും ഉറപ്പ് കൊടുത്തുകൊണ്ടാണ്, നേരത്തെ തങ്കപ്പൻ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ വാഗ്ദാനങ്ങളും ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ കൃത്യമായ രേഖകൾ ഇവരുടെ കയ്യിലുണ്ട്.
അവർ കൊടുത്തിരിക്കുന്ന ഉറപ്പിൻ്റെ എല്ലാ രേഖകളും അവർ കൈവശമുണ്ട്. ആ പറയുന്ന പ്രകാരം കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമിയാണെങ്കിൽ കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമി തന്നെ കൊടുക്കണം. അല്ലാതെ വെറും പാറ ഭൂമി കൊടുത്തിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഇനി അതിൻ്റെ വേറെ ഒരു സാങ്കേതിക വശം എന്ന് പറയുന്നത് അവർക്കത് ഒരു 10 അല്ലെങ്കിൽ 15-20 വർഷം കഴിയാതെ ഒരു പട്ടയത്തിൻ്റെ മേലെ ഉള്ള ഭൂമി അവർക്ക് വിറ്റ് ഇവിടുന്ന് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് വിൽപ്പന നടത്താൻ കഴിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു ചെങ്ങറ ഭൂസമരം. പക്ഷേ ഇന്ന് 14 വർഷം പിന്നിടുമ്പോൾ അതിൽ പലരും ഇന്നില്ല, പലരും മരണത്തിന് കീഴടങ്ങിയ ഒരവസ്ഥയാണ്. ഇനി ബാക്കിയുള്ളവരെങ്കിലും സർക്കാർ ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു. വാഗ്ദാനങ്ങളല്ല വേണ്ടത്, ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് വേണ്ടത്. അതിന് സർക്കാർ തലത്തിൽ മുൻകൈ എടുക്കുമെന്ന പ്രതീക്ഷയോടെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.